ഖുർആൻ കൊണ്ടും സ്വലാത്ത് കൊണ്ടൊന്നും ചികിത്സിച്ചാൽ അതിന് ഫലമുണ്ടാവില്ല എന്ന് മൗലവിമാർ പഠിപ്പിക്കാറുണ്ടല്ലോ. മൗലവിമാരങ്ങനെ പറയാറുണ്ട്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് വെച്ചാൽ, അപ്പം അദ്ദേഹം പറഞ്ഞു എനിക്ക് അത് ശുദ്ധ കളവാണെന്ന് എൻ്റെ അനുഭവത്തിൽ എനിക്ക് ബോധ്യപ്പെട്ടു എന്ന് പറഞ്ഞു. ഞാൻ ചോദിക്കുമ്പോൾ ഉറപ്പായി എനിക്ക് അനുഭവിച്ചു. ഞാൻ ഫാത്തിയ, ഞാനിതിൽ വിശ്വാസമില്ലാത്ത ആളായിരുന്നു. ഞാൻ സീമരുദാൻ്റെ പേരിൽ ഫാത്തിയ ഓതി, പിന്നെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്തിൽ വെള്ളം മന്ത്രിച്ച് കുടിച്ചിട്ട് എനിക്ക് മാറിയിട്ടുണ്ട് അയാൾ പറയാണ്. അപ്പം ഞാൻ ചോദിച്ചാൽ ആ വിശ്വാസം എന്താണ് നിങ്ങൾ, അതുപോലെ പറയുന്നത് ശുദ്ധ കളവാണെന്ന് എനിക്ക് അനുഭവത്തിലൂടെ ബോധ്യപ്പെട്ടു എന്ന് പറഞ്ഞു. കൊടുങ്ങല്ലൂരുള്ളൊരു സഹോദരൻ ഫൈസൽ എന്ന് പറയുന്നത്, മുമ്പ് ഞാൻ ഈ സംഭവം പറഞ്ഞിട്ടുണ്ട്. ഫൈസൽ എന്ന് പറയുന്നൊരു സഹോദരന്. അപ്പോൾ അദ്ദേഹത്തിന് ആരോ എൻ്റെ നമ്പർ കൊടുത്ത്, ഇങ്ങനെ ഒരാൾ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തോ പറഞ്ഞ് പരിചയപ്പെടുത്തിയാണ്. അപ്പോൾ എന്നോട് പറഞ്ഞ ഒരാൾ, നമ്മളിതിൽ വിശ്വാസമില്ലാത്ത ഒരാൾക്ക് ഞാൻ നിങ്ങളെ നമ്പർ കൊടുത്തിട്ടുണ്ടെന്ന്. അയാൾ വിളിക്കുമെന്നാണ്. അങ്ങനെ ഫുജൈറയിൽ അന്ന് ജോലി ചെയ്യുന്നു അദ്ദേഹം. കൊടുങ്ങല്ലൂരാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ കല്യാണത്തിനൊക്കെ അവിടെ നാട്ടിൽ പോയിട്ടുണ്ട്. അപ്പോൾ ആ വിളിക്കുന്നൊന്നും ഒരു പരിചയമില്ല അദ്ദേഹത്തിന്. അപ്പോൾ എന്നോട് അവർ പറഞ്ഞു ഒരാൾ വിളിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ വിളിച്ചോട്ടെ. ഞാൻ പറഞ്ഞ ആൾ പറഞ്ഞത് ഒരു മുജാഹിദ് നിങ്ങളെ വിളിക്കുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു മുജാഹിദ് വിളിക്കുകയാണെങ്കിൽ സന്തോഷമാണ്, കാരണം ഹിദായത്താവുകയാണെങ്കിൽ നമുക്കൊരു ഖൈറാണല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനിങ്ങനെ അയാൾ വിളിക്കുന്നതെന്ന് നോക്കി ഇങ്ങനെ പോകണം, എല്ലാം ഒരൊറ്റക്കോളും മിസ് കോളായി പോകണ്ടെന്ന് കരുതിയിട്ട് ഇങ്ങനെ അന്ന് ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ഒരാൾ വിളിച്ചു, ഉസ്താദെ ഞാൻ ഇന്നയാളാണ്, ഫൈസൽ എന്നാണ് പേര്, പിന്നെ എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട്. ആദ്യം അദ്ദേഹം പറഞ്ഞു എനിക്കൊരു പ്രയാസമുണ്ട്. ഞാൻ ചോദിച്ചു എന്താ പ്രശ്നമെന്ന് വെച്ചാൽ, എൻ്റെ രണ്ട് കാലിനും വേദന, നിന്നിട്ട് ജോലി ചെയ്യാൻ കഴിയുന്നില്ല. ലക്ഷങ്ങളോളം ഞാൻ ഇതിനു വേണ്ടി ചിലവാക്കി, ഡോക്ടർമാരെ കാണിച്ചു, എനിക്ക് ശരിയായില്ല. അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ പൈസ ഒന്നും ചിലവാക്കണ്ട, നിങ്ങൾ CMലുള്ളായിൽ അവിടുത്തെ പേരിലേക്ക് ഒരു 11 ഫാത്തിയും 11 നാരിസ്വലാത്തും മന്ത്രിച്ചിട്ട്, സീമലുള്ളാൻ്റെ പേരിൽ ഫാത്തിയയും നാരിസ്വലാത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ പേരിൽ മന്ത്രിച്ച് കുടിച്ചാൽ ഒരു പരിഹാരമാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അത് നിങ്ങൾ ചെയ്യാമെന്ന് വെച്ചു. അതിൽ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ ആ വിശ്വാസത്തോടു കൂടി ചെയ്യുകയാണെങ്കിൽ അതിന് ഫലം കാണും. ഒരു പണി 2 ദിവസങ്ങൾ ചെയ്യുക, ഇനി നിങ്ങൾക്ക് നടക്കുന്നില്ല, ഒരു മാറ്റമില്ല, വെറുതെ നിങ്ങളെ പണിക്ക് നിൽക്കണ്ട, അത് നിർത്തിക്കളയെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം 2 ദിവസം കഴിഞ്ഞു. അൽഹംദുലില്ലാ 3-ാമത്തെ ദിവസം അദ്ദേഹം എന്നെ വിളിച്ചിട്ട് ഉസ്താദേ എനിക്ക് നല്ല റാഹത്തുണ്ട്, എത്രയോ ആശ്വാസമുണ്ട് വേദനയ്ക്ക്. കാരണം ഇങ്ങനെ ഒരു പരീക്ഷണാർത്ഥം നിൽക്കുന്ന ആളുകൾക്ക് അള്ളാഹു തആല പെട്ടെന്ന് ശിഫ കൊടുക്കുകയാണ്, ഒരു ഹിദായത്ത് അള്ളാഹു കൊടുക്കുകയാണ്. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു, അദ്ദേഹം 3-ാമത്തെ ദിവസം വിളിച്ചു. ഞാൻ ചോദിച്ചു എന്താ മാറ്റം ഉണ്ടോയെന്ന് ചോദിച്ചു. ഇത്രയോ മാറ്റമുണ്ട്, എൻ്റെ വേദനയ്ക്ക് എത്രയോ കുറവുണ്ട്, റാഹത്താണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞേ ഞാനൊരു കാര്യം ചോദിക്കുക, ഇനി ഇപ്പോൾ ഖുർആൻ കൊണ്ടും സ്വലാത്ത് കൊണ്ടൊന്നും ചികിത്സിച്ചാൽ അതിന് ഫലമുണ്ടാവില്ല എന്ന് മൗലവിമാർ പഠിപ്പിക്കാറുണ്ടല്ലോ. മൗലവിമാരങ്ങനെ പറയാറുണ്ട്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് വെച്ചാൽ, അപ്പം അദ്ദേഹം പറഞ്ഞു എനിക്ക് അത് ശുദ്ധ കളവാണെന്ന് എൻ്റെ അനുഭവത്തിൽ എനിക്ക് ബോധ്യപ്പെട്ടു എന്ന് പറഞ്ഞു. ഞാൻ ചോദിക്കുമ്പോൾ ഉറപ്പായി എനിക്ക് അനുഭവിച്ചു. ഞാൻ ഫാത്തിയ, ഞാനിതിൽ വിശ്വാസമില്ലാത്ത ആളായിരുന്നു. ഞാൻ സീമരുദാൻ്റെ പേരിൽ ഫാത്തിയ ഓതി, പിന്നെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്തിൽ വെള്ളം മന്ത്രിച്ച് കുടിച്ചിട്ട് എനിക്ക് മാറിയിട്ടുണ്ട് അയാൾ പറയാണ്. അപ്പം ഞാൻ ചോദിച്ചാൽ ആ വിശ്വാസം എന്താണ് നിങ്ങൾ, അതുപോലെ പറയുന്നത് ശുദ്ധ കളവാണെന്ന് എനിക്ക് അനുഭവത്തിലൂടെ ബോധ്യപ്പെട്ടു എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു എന്നാൽ നിങ്ങൾ കുറച്ചുകൂടി കാലം സ്ഥിരമായിട്ട് ചെയ്തോളി, മാറ്റം ഉണ്ടാവുന്നു. അപ്പം അങ്ങനെ അദ്ദേഹം പറഞ്ഞു ഞാൻ ആ ആശയമൊക്കെ വലിച്ചെറിഞ്ഞു, കാരണം എനിക്കത് നേരിട്ട് ബോധ്യപ്പെട്ടതുകൊണ്ട് ഞാൻ അതിലൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് നിങ്ങളെ വട്ടം പോലെ ചെയ്തോളി, ഏതായാലും കാര്യം നിങ്ങൾക്ക് ബോധ്യപ്പെട്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഫോൺ വെച്ചു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് അയാൾ വിളിക്കും. റമദാനായപ്പോൾ അയാൾ വിളിച്ചു, ഉസ്താദ് എന്തൊക്കെയാണ്? ഞാൻ പറഞ്ഞു നല്ല ഇതുണ്ട്. അപ്പോൾ സീമലുള്ളാൻ്റെ അടുത്ത് എനിക്ക് വരണോ, സിയാറത്ത് ചെയ്യണം, മടവൂർ കയ്യിലോ വരണ്ടേന്നൊക്കെ ചോദിച്ച് വിളിച്ച്. അപ്പോൾ ഞാൻ പറഞ്ഞു അയാൾ ഗൾഫ് ഫുജൈറയിലുള്ളത്. അപ്പോൾ ഞാൻ അയാളോട് പറഞ്ഞു എന്നാൽ അവിടെ സുന്നി സെൻറ്റർ ഉണ്ടാവും ഫുജൈറയിൽ, അവിടെ പോയിട്ട് 20 റക്അത്ത് തറാവി നിസ്കരിക്കുന്ന സ്ഥലത്ത് പോയിട്ട് തറാവിക്ക് കൂടിക്കോളിന്ന്. ആയിക്കോട്ടെ ഞാൻ പോയിക്കോളാന്ന് പറഞ്ഞു. നല്ല ദിവസം വിളിക്കലോ, പിന്നെ ഈ നെറ്റ് ഫോണെന്നാണ് വിളിച്ചാൽ വെക്കില്ല. ആ രൂപത്തിൽ നമ്മളോരോ തിരക്കിലായിരിക്കും. അപ്പോൾ ആ രൂപത്തിൽ ദിവസം ഒരു കോള് ഇയാൾക്കുണ്ടാവും. പിന്നെ ഭയങ്കര കമ്പനിയായി. അപ്പോൾ റമദാനായപ്പോൾ റമദാനിൽ 20 നിസ്കരിച്ച് 2 ദിവസം കഴിഞ്ഞാൽ വിളിക്കുന്നത് സായി പിന്നെന്തൊക്കെ സുന്നത്ത് നിസ്കാരങ്ങളുള്ളതെന്ന് ചോദിച്ചു. റമദാൻ സാധാരണ 8 നിസ്കരിക്കുന്ന ആൾ പ്രാവശ്യം 20 നിസ്കരിച്ചിട്ട് ഇനി എന്തൊക്കെ സുന്നത്ത് നിസ്കാരം. അപ്പോൾ ഞാൻ പറഞ്ഞു 11 റക്അത്ത് വിത്ർ നിസ്കരിക്കുക, തഹജ്ജുദ് നിസ്കരിക്കുക, പിന്നെ പകൽ ദുഹാ നിസ്കരിക്കുക, ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞെടുത്തു. അതൊക്കെ ഞാൻ ചെയ്തോളാം, എനിക്ക് എത്രയോ റാഹത്താണ് ഇപ്പോൾ എന്ന് പറഞ്ഞു. അപ്പം പിന്നീട് അദ്ദേഹം റമദാനൊക്കെ കഴിഞ്ഞ ഉടനെ എന്നോട് പറഞ്ഞു എനിക്ക് കല്യാണം ശരിയാണോ, നിങ്ങളുടെ ഡേറ്റ് നിശ്ചയിച്ചു തരണം. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു സുന്നി കുടുംബത്തിൽ നിന്നാണെങ്കിൽ ഞാനും വരാമെന്ന് പറഞ്ഞു, നിക്കാഹിനൊക്കെ ഞാനും വരാം. ആയിക്കോട്ടെ അങ്ങനെ തന്നെ ചെയ്യാമെന്ന് പറഞ്ഞ്
പിന്നെ അങ്ങനെ ഡേറ്റ് നിശ്ചയിച്ചു കൊടുത്തു. അങ്ങനെ കല്യാണത്തിൽ എന്നെ വിളിച്ചു. ഞാൻ പോയിരുന്നു നിക്കാഹിന്, കടലായി ആ ഭാഗത്ത് നിക്കാഹിന് ഞാൻ പോയിരുന്നു. അപ്പോൾ അങ്ങനെ നല്ല പിന്നെ ഇപ്പോൾ കുടുംബസമേതം ഇപ്പം ഒരു കുട്ടി ഉണ്ടായി, കുട്ടീനെയൊക്കെ ആയിട്ട് മടവൂർ വന്നിട്ടുണ്ട് കുടുംബസമേതം സിയാറത്ത്. അപ്പോൾ ഞാൻ ഒരിക്കൽ ഫുജൈറയിൽ പോയപ്പോൾ അവിടെ കുത്തിബത്ത് സുന്നി സെൻറ്ററിൽ കുത്തിബത്ത് സംഘടിപ്പിച്ചത്. അപ്പോൾ ഇയാൾ തൊപ്പി വെച്ചിട്ട് വന്നിട്ടുണ്ട്. സായി ഞങ്ങൾ അറിയാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് പരിചയം, ഞാനാണ് നിങ്ങളെ വിളിക്കലെന്ന് പറഞ്ഞു. നിങ്ങൾ വിളിക്കല്ലേ ഫൈസൽ എന്ന് പറഞ്ഞ് വിളിക്കുന്ന ആൾ ഞാനാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അയാൾ കുത്തിബത്തിനൊക്കെ കൂടി സജീവമായിട്ട്. അപ്പോൾ ഇങ്ങനെ എത്രയോ ആളുകൾ നേരിട്ട് അനുഭവിച്ചറിഞ്ഞ ആളുകൾക്ക് അതിൻ്റെ ഫലം കാണുകയാണ്.